വൈദ്യുത പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരമില്ല, ജനങ്ങൾ സഹകരിക്കണമെന്ന് സണ്ണി ജോസഫ്. വൈദ്യുതി ഉപയോഗത്തിൽ ഈ വർഷം 1100 മെഗാവാട്ടിന്റെ വർധനയുണ്ടായെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ വൈദ്യുത ഉപയോഗത്തിൽ ഈ വർഷം 1100 മെഗാവാട്ടിന്റെ വർധനയെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ദേശീയതലത്തിൽ വൈദ്യുത പ്രതിസന്ധി രൂക്ഷമാണെന്നും മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്നും ആഡംബര വിളക്കുകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വൈദ്യുത പ്രതിസന്ധി രൂക്ഷമാണ്. ദേശീയതലത്തിലും വൈദ്യുത പ്രതിസന്ധിയുണ്ട്. ജനസംഖ്യാനുപാതത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കഴിഞ്ഞ വർഷം 3500 മുതൽ 3600 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ വർഷം അത് 4700 മുതൽ 4800 മെഗാവാട്ട് വരെ ഉയർന്നു. ഒരു വർഷം 1100 മെഗാവാട്ടിൻ്റെ വർധനവുണ്ടായി. നമ്മുടെ ആവശ്യത്തിൻ്റെ 17% മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇക്കാര്യം നിയമസഭയിലും ഞാൻ വ്യക്തമാക്കിയതാണ്. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മഴ കുറയുമ്പോൾ ചൂട് കൂടുന്നത് വൈദ്യുതി ഉപയോഗം കൂടും. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി വൈദ്യുതി നിയന്ത്രിക്കണം. അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കുന്ന ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. രാത്രികാലങ്ങളിൽ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കരുത്. AC 25 ഡിഗ്രിയിൽ നിജപ്പെടുത്തണം, മന്ത്രി പറഞ്ഞു. അതേസമയം ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിനമായ ഞായറാഴ്ച അധിക വൈദ്യുതി വാങ്ങുമെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുന്നത്. പകൽ ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങേണ്ട ആവശ്യമില്ല. എന്നാൽ വൈദ്യുതിയുടെ ഉപഭോഗത്തിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും പ്രശ്നം ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും മന്ത്രി വ്യക്തമാക്കി.